എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. സെയിൻറ് പോൾസ് LP സ്കൂളിൻ്റെ 108ാമത് വാർഷികാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന തന്റെ ദർശനത്തെ അന്വർത്ഥമാക്കി മിസ്റ്റർ ചാവറപിതാവിന്റെ പാതയെ പിന്തുടർന്ന് ഭാരതത്തിലെ തന്നെ ആദ്യ ദേവാലയങ്ങളിൽ ഒന്നായ പറൂർ സെയിന്റ് തോമസ് കോട്ടയ്ക്കാവ് പള്ളിയുടെ വികാരിയും പറൂർ നഗരസഭയുടെ മുൻ ചെയർമാനുമായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട പോൾ ഇളങ്ങുന്നപ്പുഴ അച്ഛനാണ് ശതാബ്ദി പിന്നിട്ട ഈ ആൺപള്ളിക്കൂടത്തിന്റെ സ്ഥാപകൻ. 1917 സ്ഥാപിച്ച ഈ വിദ്യാലയത്തിന്റെ ആദ്യകാല സാരഥിയായിരുന്നു വെൺമണി ചാക്കോ സാർ. നാളിതുവരെ നമ്മുടെ വിദ്യാലയത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ മാനേജേഴ്സിനെയും പ്രധാന അധ്യാപകരെയും നന്ദിയോടെയും സ്നേഹത്തോടെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ തോമസ് നങ്ങേലിമാരി, അസിസ്റ്റന്റ് മാനേജർ റെവറൻഡ് ഡോക്ടർ ബെന്നി പാലാട്ടി, സ്കൂൾ മാനേജർ റെവറൻഡ് ഡോക്ടർ ജോസ് പുതിയെടുത്ത് എന്നിവരാണ്. വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന എല്ലാ മാനേജേഴ്സിനും നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. സ്കൂളിന്റെ പ്രധാന അധ്യാപിക സിസ്റ്റർ റീത്ത എല്ലാം ഈശ്വര കരങ്ങളിൽ അർപ്പിച്ച് സ്കൂളിന്റെ അഭ്യുന്നതിക്കായി യത്നിക്കുന്നു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും സിസ്റ്റർ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നു. 30 വർഷത്തെ സുദർഹമായ സേവനത്തിനു ശേഷം അധ്യാപന സബരിയിൽ നിന്നും വിരമിച്ച ലൂസി ടീച്ചറുടെ വേക്കൻസിയിലേക്ക് ആലങ്ങാട് സെന്റ് മേരീസ് LPSലെ അധ്യാപികയായ ശ്രീമതി ടെസ്സി പോൾ ട്രാൻസ്ഫറായി വന്നു. ടീച്ചർക്ക് സെന്റ് പോൾസ് കുടുംബത്തിലേക്ക് സ്നേഹസ്വാഗതം. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 105 വിദ്യാർത്ഥികൾ ഇവിടെ അധ്യയനം നടത്തുന്നതോടൊപ്പം 6 അധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. മാസ്റ്റർ അനേ കൃഷ്ണ ED-യാണ് ഈ വർഷത്തെ വിദ്യാർത്ഥി പ്രതിനിധി. സ്കൂളിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം യത്നിക്കുന്ന ഒരു PTA കമ്മിറ്റി നമുക്കുണ്ട്. പ്രസിഡന്റ് ശ്രീ വിനോദ് ബേബി, വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ശ്രീ, മാതൃസംഗമം ചെയർപേഴ്സൺ ശ്രീമതി സോണിയ ബിജോയ്. PTA കമ്മിറ്റി വിദ്യാലയത്തിലേക്ക് ഈ വർഷം 7 വൈറ്റ് ബോർഡ് സ്പോൺസർ ചെയ്തു. കൂടാതെ ട്രംബ്ലിൻ, ലൂസ് ബോൾ, റൈഡ് ഓൺ ബാസ്കറ്റ് തുടങ്ങി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളി ഉപകരണങ്ങൾ സംഘടിപ്പിച്ചു തന്നു. തിങ്ക് ആൻഡ് ഗ്രോ വിത്ത് ഇന്റർനാഷണൽ എന്ന പരിപാടിയുടെ ഭാഗമായി 2 തവണ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഗൂഗിൾ മീറ്റ് വഴി വിദേശത്തുള്ളവരോട് സംവദിക്കുവാൻ അവസരമൊരുക്കുകയുണ്ടായി. സെന്റ് പോൾസ് അലുമിനി ഫേസ്ബുക്ക് പേജ് തുറക്കുകയും ചെയ്തു. PTA പൊതുയോഗം ചേർന്ന ദിവസം രാവിലെ ശ്രീ ആൻസൺ കുറുമ്പത്തുരുത്ത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നല്ലൊരു ക്ലാസ് നടത്തിയതോടൊപ്പം കുഞ്ഞുങ്ങളെ നാടൻ പാട്ടും പഠിപ്പിച്ചു. ഈ വർഷത്തെ തിളക്കമാർന്ന വിജയങ്ങൾ. 2024 മാർച്ചിലെ LSS പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ 4 വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് നേടി. മാസ്റ്റർ രാംകൃഷ്ണ PR, മാസ്റ്റർ ശ്രാവൺ CS, മാസ്റ്റർ ശ്രീരാഗ് KS, മാസ്റ്റർ ശ്രീഹരി KS. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പറവൂർ ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം നേടിയവർ: ബുക്ക് ബൈൻഡിംഗ് ആര്യേഷ് കൃഷ്ണ, ഫസ്റ്റ് വിത്ത് A ഗ്രേഡ്. ബാംബു വർക്ക് കൃഷ്ണദേവ് CB, സെക്കൻഡ് വിത്ത് A ഗ്രേഡ്. ഷീറ്റ് മെറ്റൽ വർക്ക് ക്രിസ്ത്യാനോ നെഥാൻ, സെക്കൻഡ് വിത്ത് A ഗ്രേഡ്. കോക്കനട്ട് ഷെൽ വർക്ക് ആരുഷ് വിയാനാട്, സെക്കൻഡ് വിത്ത് A ഗ്രേഡ്. പ്രൊഡക്റ്റ് യൂസിംഗ് കാർഡ്ബോർഡ് ആൻഡ് സ്ട്രോബോർഡ് മുഹമ്മദ് റയാൻ, തേർഡ് വിത്ത് A ഗ്രേഡ്.
Simple experiment, Aydin Hadi and Devdutt MS, second with A grade. Social science collection, Alvin Robi and Muhammad Alif KF, first with A grade. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഉപജില്ലാതല അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ ഉപജില്ലയിൽ ഒന്നാമതും ജില്ലയിൽ മികച്ച വിജയവും ഉപജില്ലാ അറബിക് ക്വിസിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡും കരസ്ഥമാക്കിയ മിടുക്കൻ മാസ്റ്റർ ജസീൽ മുഹമ്മദ് TJ. പറവൂർ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച ദേശഭക്തി ഗാനാലാപനത്തിന് നമ്മുടെ കുട്ടികൾ 3ാം സ്ഥാനം നേടുകയുണ്ടായി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എറണാകുളം ജില്ലാതല അബാക്കസ് എക്സാമിന് 1ാം റാങ്ക് പങ്കിട്ടവർ ശ്രീഹരി PD, ദേവദത്ത് MS, സെക്കൻഡ് റാങ്ക് അമൃത് T രാജേഷ്, തേർഡ് റാങ്ക് ആരുഷ് വിയാനാട്ട്, പഞ്ചായത്ത് തല വിജയി ആദിദേവ് VV. കരാട്ടയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചുമിടുക്കന്മാരാണ് മാസ്റ്റർ ക്രിസ്ത്യാനോ നെഥാൻ, മാസ്റ്റർ എബിൻ KJ, മാസ്റ്റർ അഭിറാം PR, മാസ്റ്റർ വൈശാഖ് ബിനു. എറണാകുളം ജില്ല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2024 തിളങ്ങും വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി മാസ്റ്റർ കൃഷ്ണദേവ് CB. 2ാം ക്ലാസ്സിൽ മലയാളത്തിന് കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കായി കുഞ്ഞുണ്ണി മാഷ് വേദിക പുരസ്കാര വേദി നൽകുന്ന പുരസ്കാരത്തിന് നമ്മുടെ കുട്ടികളും അർഹരായി. മോറൽ സയൻസ് സ്കോളർഷിപ്പിന് അർഹത നേടിയ മാസ്റ്റർ അനേ കൃഷ്ണയ്ക്ക് അനുമോദനങ്ങൾ. നവംബർ 1 ആയപ്പോഴേക്കും സംയുക്ത ഡയറി 150 എണ്ണം എഴുതിയ 1ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കൻ മാസ്റ്റർ ശ്രാവൺ K പ്രവീൺ. ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ക്യാഷ് അവാർഡിന് അർഹരായവർ ഇവാൻ TS, ആരവ് രാജീവ്, ശ്രീഹരി PD, അനേ കൃഷ്ണ ED. പറവൂർ ഉപജില്ല അറബി കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയം 3ാം സ്ഥാനം കരസ്ഥമാക്കി. ശാസ്ത്രോത്സവത്തിൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഭാഗങ്ങളിൽ 3ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ 4ാം സ്ഥാനവും നേടുകയുണ്ടായി. കലോത്സവത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചു. ഈ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും PTAയും ചെയ്ത കഠിന പ്രയത്നത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച അറബി അധ്യാപക മത്സരത്തിൽ ടീച്ചിങ് എയ്ഡ് നിർമ്മാണത്തിന് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ ഫസീല ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ. ടീച്ചറെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും ആദരിക്കുകയുണ്ടായി. മാതൃഭൂമി സ്റ്റഡി സർക്കിൾ നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. പരിസ്ഥിതി ദിനത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകിയതോടൊപ്പം സ്കൂളിലേക്ക് വൃക്ഷത്തൈകളും നൽകുകയും ചെയ്തു. വായനാ ദിനത്തിൽ ക്വിസ് മത്സരം നടത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്യുകയും VB സുധൻ സർ കുട്ടികളെ നാടൻ പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്തു. ഭവന സന്ദർശനം. ഒഴിവു ദിനങ്ങളിലും വൈകുന്നേരങ്ങളിലും ഹെഡ് മിസ്ട്രസും അധ്യാപകരും ചേർന്ന് കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. കുട്ടികളുടെ കുടുംബ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും രക്ഷിതാക്കളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുവാനും ഈ സന്ദർശനങ്ങൾ സഹായിക്കുന്നുണ്ട്. കരുതലിന്റെ പൊതിച്ചോറ്. മലയാള മനോരമ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി കൂട്ടുകാട് SMMI വൃദ്ധസദനം സന്ദർശിക്കുകയും കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പൊതിച്ചോറ് അവർക്ക് കൈമാറുകയും ചെയ്തു. കുട്ടികളും PTA-ക്കാരും അവർക്കായി ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പറവൂർ അഗ്നിരക്ഷാ നിലയം സന്ദർശിക്കാൻ കൊണ്ടുപോയിരുന്നു. സ്റ്റേഷൻ ഓഫീസേഴ്സായ ശ്രീ ജോസ് ജെയിംസ്, ശ്രീ രഞ്ജിത്ത് KS, ശ്രീ ശ്രീജിത്ത് എന്നിവർ കുട്ടികൾക്ക് ഡെമോ ക്ലാസുകൾ നൽകി. വളരെ വിജ്ഞാനപ്രദവും കൗതുകവും നിറഞ്ഞതായിരുന്നു ഈ സന്ദർശനം. അസ്റ്റർ മെഡിസിറ്റി ക്ലിയർ സൈറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികളുടെ നേത്ര പരിശോധന നടത്തുകയും കണ്ണട ആവശ്യമായവർക്ക് സൗജന്യമായി നൽകുകയും ചെയ്തു. നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷം കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം തുടങ്ങി. ശ്രീ മനോജ് മണിയനാണ് പരിശീലകൻ. പ്രവേശനോത്സവം. കുട്ടികളെ ബാൻഡ് മേളത്തോടെ മധുരം നൽകി സ്വീകരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ MJ രാജു, കൊച്ചച്ചൻ ഫാദർ സുജിത് കൂവേലി, ഹെഡ് മിസ്ട്രസ് എന്നിവർ പ്രസംഗിച്ചു. ജൂൺ 19 വായനാ ദിനത്തിൽ കുഞ്ഞു കയ്യിൽ കുഞ്ഞു പുസ്തകം എന്ന പരിപാടി സ്കൂളിൽ തുടങ്ങി. കഥോത്സവം, രചനോത്സവം, വായനാക്കാർഡ് നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ വായനാ വാരത്തിൽ സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്കും സ്കൂളിൽ വന്ന കുട്ടികൾക്ക് കഥ പറഞ്ഞു നൽകുവാൻ അവസരമൊരുക്കി. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം മുൻ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലാലി MJ നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ് ലേഹയുടെ തിരുനാൾ ജൂൺ 29 വിദ്യാലയത്തിൽ ആഘോഷിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട
പുതിയടത്തച്ഛൻ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും മാസ്റ്റർ ക്രിസ് ആബേൽ പൗലോസ് ലീഹയെ വേഷമിടുകയും ചെയ്തു. ക്ലാസ് PTA-കൾ ജൂണിൽ തന്നെ കൂടുകയും രക്ഷിതാക്കൾക്കായി പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തുകയും ചെയ്തു. ജൂലൈ 5 ബഷീർ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ കുട്ടികൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കുകയുണ്ടായി. ചാന്ദ്രദിന ക്വിസ്, ചാന്ദ്രദിനപ്പാട്ട്, കൃത്രിമോപഗ്രഹണ പ്രദർശനം, ബഹിരാകാശ സഞ്ചാരികളുടെ വേഷമിടൽ എന്നിവ ചാന്ദ്രദിനത്തിൽ കുട്ടികൾ ചെയ്യുകയുണ്ടായി. ഫാദേഴ്സ് ഡേ, ഈ ദിനത്തിൽ കുട്ടികൾ അവരുടെ പിതാക്കളെ വിഷ് ചെയ്ത് ആശംസാ കാർഡുകൾ കൈമാറി. ശാസ്ത്ര ക്ലബിനും LSS കോച്ചിങ്ങിനും ബിസ്നി ടീച്ചറും ടെസി ടീച്ചറും നേതൃത്വം നൽകുന്നു. മലയാള തിളക്കം, ഉല്ലാസഗണിതം പ്രവർത്തനങ്ങൾ ടോളിറ്റ് ടീച്ചർ ഏറെ പ്രാധാന്യം കൊടുത്തു ചെയ്തു വരുന്നു. അശ്വതി ടീച്ചറുടെ നേതൃത്വത്തിൽ ഹലോ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു. വിദ്യാഭ്യാസ ചെലവുകൾ സ്വയമേ കണ്ടെത്തുവാൻ കുട്ടികളെ തയ്യാറാക്കുന്ന കുട്ടി സംരംഭകൻ എന്ന പരിപാടിയുടെ ഭാഗമായി മാസ്റ്റർ സ്റ്റെവിൻ വിനോദ്, മാസ്റ്റർ ക്രിസ്ത്യാനോ നെഥാൻ, മാസ്റ്റർ ആരുഷ് വി ആനാട്ട്, മാസ്റ്റർ കൃഷ്ണദേവ് എന്നിവർ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചു. തൊഴിലിൻ്റെ മഹത്വം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വിവിധ തൊഴിലുകളുടെ വേഷം ധരിച്ചു വന്നത് ഏവർക്കും കൗതുകമായി. ഇത്തവണ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളുടെ വിദ്യാലയത്തിൽ ആഘോഷിച്ചു. രാജ്യസ്നേഹമുണർത്തുന്ന റാലി ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ നടത്തുകയും കുട്ടികൾ സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷം ധരിച്ചു വരികയും ദേശഭക്തിഗാനം ആലപിക്കുകയും ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിൽ PTA പ്രസിഡന്റ് ശ്രീ വിനോദ് ബേബി ദേശീയ പതാക ഉയർത്തി. ഈ വർഷം അധ്യാപക ദിനം PTA അംഗങ്ങളും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു അവിസ്മരണീയ ദിനമാക്കി മാറ്റി. അധ്യാപകർക്ക് ആശംസാ കാർഡുകളും സമ്മാനങ്ങളും നൽകുകയും കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു. ശിശുദിനത്തിൻ്റെ അന്ന് കുട്ടികൾ കുട്ടിച്ചാച്ചാജിമാരായി വേഷമിട്ടത് ശിശുദിന റാലിയുടെ മാറ്റുകൂട്ടി. ഓണം, ക്രിസ്മസ് എന്നിവ PTA സഹകരണത്തോടെ കെങ്കേമമായി ആഘോഷിച്ചു. ഓണപ്പാട്ട്, ഓണക്കളി, മത്സരങ്ങൾ ഇവയ്ക്കു ശേഷം ഗംഭീരമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ക്രിസ്മസിന് പുൽക്കൂടൊരുക്കുകയും കരോൾ നടത്തുകയും ചെയ്തു. കുട്ടികൾക്ക് കേക്ക്, ബിരിയാണി എന്നിവ നൽകി. ശ്രീമതി ധന്യ കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി നൽകുന്നു. ICT സാധ്യത പ്രയോജനപ്പെടുത്തി ഫസീല ടീച്ചർ അറബി പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് അറബി പഠിക്കാൻ നല്ല താല്പര്യമാണ്. പരിഷ്കരിച്ച പാഠ്യപദ്ധതി നിലവിൽ വന്ന ഈ വർഷം 1-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും പ്രവർത്തന പുസ്തകം കൂടുതലായി വന്നു. 1-ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾക്ക് പ്രീത ടീച്ചർ നേതൃത്വം നൽകുന്നു. അമ്മയും കുട്ടിയും ചേർന്നെഴുതുന്ന സംയുക്ത ഡയറി സ്ഥിരമായി എഴുതുന്നവർക്ക് എഴുത്തിൽ നല്ല ഒഴുക്ക് കാണുന്നു. വായനോത്സവം, കഥോത്സവം, പരീക്ഷണങ്ങൾ, ഓലക്കളിപ്പാട്ട് നിർമ്മാണം, പൂക്കൾ നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കുട്ടികൾ ചെയ്തു വരുന്നു. ഈ വർഷം കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങളും പഠനോപകരണങ്ങളും നൽകുകയുണ്ടായി. വിദ്യാലയത്തിൽ ഫുഡ് ഫെസ്റ്റ് നടത്തിയപ്പോൾ കുട്ടികൾ വീടുകളിൽ നിന്ന് വിവിധങ്ങളായ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും തുടർന്ന് പങ്കിട്ട് കഴിക്കുകയും ചെയ്തു. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കായിരുന്നു ഈ പ്രാവശ്യത്തെ വിനോദയാത്ര. കുട്ടികൾക്ക് ആസ്വാദ്യകരവും ഉല്ലാസപ്രദവുമായ ഒരു യാത്രയായിരുന്നു അത്. കുട്ടികളുടെ പിറന്നാൾ ദിനങ്ങളിൽ മിഠായിക്ക് പകരമായി രക്ഷിതാക്കൾ കുട്ടികൾക്ക് പായസവും ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികളും കൊടുത്തുവിടുന്നു. സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. 16/2/2025 ഞായറാഴ്ച 3 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നമ്മുടെ സെയിൻറ്റ് പോൾസ് തറവാട്ടിൽ ചേർന്നു. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ ചുവടുവെപ്പായ വിഷൻ 2013 ഭാഗമാകുവാൻ കുറേ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിച്ചേർന്നു. 75 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കുകയും അവർ തങ്ങളുടെ പഴയകാല വിദ്യാലയ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്തു. നമ്മുടെ സഹോദര സ്ഥാപനങ്ങളായ സെൻറ് അലോഷ്യസ് ഹൈസ്കൂൾ, സെൻറ് അലോഷ്യസ് LP സ്കൂൾ, സെൻറ് ജോസഫ് നഴ്സറി സ്കൂൾ, PTA അംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. 108 വർഷം പിന്നിട്ട നമ്മുടെ വിദ്യാലയം അതിൻ്റെ ശോഭ ഒട്ടും തന്നെ മങ്ങാതെ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കുറച്ചുകൂടി ഉയരങ്ങൾ കീഴടക്കുവാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് അംഗീകാരത്തിനായി പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു.